കട്ടപ്പനയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന കേസിൽ നിതീഷ് മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ കുഴയ്ക്കുന്നു. കുഴിച്ചിട്ട മൃതദേഹം ആരും അറിയാതെ എടുത്തുമാറ്റിയെന്നാണ് നിതീഷിന്റെ പുതിയ മൊഴി. നിതീഷിനൊപ്പം മറ്റ് പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. വിജയന്റെ ഭാര്യ സുമയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തേക്കും. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വിവരങ്ങൾ. ഈ കട്ടപ്പന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സാഗര ജംഗ്ഷനിൽ കട്ടപ്പനയ്ക്കടുത്ത് സാഗര ജംഗ്ഷനിലുള്ള വീട്ടിൽ വെച്ച് ഈ വിജയന്റെ മകളുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി എന്നുള്ള മൊഴിയാണ് ആദ്യഘട്ടത്തിൽ പ്രതിയായിട്ടുള്ള നിതീഷ് നൽകിയിരുന്നത്. പക്ഷേ ഇവിടെ എത്തി പോലീസ് ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ പക്ഷേ ഇവിടെ നിന്ന് ഇതിന് ഉതകുന്ന തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഇയാൾ മൊഴി മാറ്റിയത്. ഇവിടെ നിന്നും മൃതദേഹം മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു മൊഴിയാണ് അതിനുശേഷം ഈ നിതീഷ് പോലീസിന് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇവിടെ പരിശോധനയ്ക്കായി ഈ കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വീട്ടിലേക്ക് ഇതുവരെ സുമയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത ശേഷം നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ള ലഭിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇവിടെ വന്ന് പരിശോധന നടത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും ഈ കുഞ്ഞിന്റെ മൃതദേഹം എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. അതിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ പ്രതിയായിട്ടുള്ള നിതീഷ് അടിക്കടി ഈ ഒരു വിഷയത്തിൽ ഈ മൊഴികൾ മാറ്റി പറയുന്നതാണ് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തലത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അതേസമയം ഈ വീടിനടുത്തുള്ള ആളുകൾ പറയുന്നത് ഈ വിജയനും അതുപോലെ തന്നെ കുടുംബവും അന്ധമായ വിശ്വാസത്തിന് അടിമകളായിരുന്നു എന്നുള്ളതാണ്. ഈ വീടിനോട് ചേർന്ന പലപ്പോഴും പലതരത്തിലുള്ള പൂജകൾ നടത്തിയിരുന്നു. ഈ നിതീഷ് ഇവരോടൊപ്പം ചേർന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇവർ സ്ഥലം വിറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടായത്. പുറത്ത് ഇവിടെയുള്ള അയൽപക്കത്തുള്ള ആളുകളുമായി ഒന്നും തന്നെ അടുത്ത ബന്ധം അവർ പുലർത്തിയിരുന്നില്ല ഈ നിതീഷ് എത്തിയതിനു ശേഷം. അതിനുശേഷം ഇവിടെ നിന്ന് ഇവർ 2016 ഈ സ്ഥലം വിറ്റിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഇവരെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഈ വിജയനെ അടിക്കടി കട്ടപ്പനയ്ക്കടുത്തുള്ള പ്രദേശങ്ങളിൽ വെച്ച് കാണുന്നതല്ലാതെ ഈ മറ്റു കുടുംബത്തിലുള്ള ആളുകളെ പറ്റിയൊന്നും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. പിന്നീട് എത്തരത്തിലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അവ്യക്തതകളുണ്ട്, ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകളെല്ലാം തന്നെ ഈ പുറത്തു കൊണ്ടുവരണം എന്നാണ് ഈ ഒരു നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ ഒരു നിതീഷുമായി ബന്ധപ്പെട്ടാണ് ഈ ദുരൂഹതകളെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദുരൂഹതകളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യവും എന്തായാലും ഇവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ഈ വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുമയെ ഇന്ന് കസ്റ്റഡിയിൽ എടുത്തേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പോലീസ് ഈ ഒരു കേസിൽ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഈ പ്രതിയായിട്ടുള്ള മുഖ്യ പ്രതിയായിട്ടുള്ള നിതീഷ്, അതുപോലെ തന്നെ വിജയന്റെ മകൻ വിഷ്ണു, കൂടാതെ വിജയന്റെ ഭാര്യ സുമ. ഇതിൽ സുമയെയും ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. അതിനുശേഷം വീണ്ടും ഇവിടെ വീട്ടിലെത്തി പരിശോധന നടത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി സുബിൻ. കട്ടപ്പനയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന കേസിൽ നിതീഷ് മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ കുഴയ്ക്കുന്നു. കുഴിച്ചിട്ട മൃതദേഹം ആരും അറിയാതെ എടുത്തുമാറ്റിയെന്നാണ് നിതീഷിന്റെ പുതിയ മൊഴി. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.